ബോസ്കോംബ് താഴ്വരയിലെ രഹസ്യം ഭാഗം 4. ധനികനായ മിസ്റ്റർ ടർണറുടെ സ്വകാര്യ പാർക്കിനും ഹാദർലി ഫാമിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ബോസ്കോംബ് തടാകത്തിൽ ഏതാണ്ട് 50 വാരയോളം ഈറ്റകൾ വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്. കാടിനു മീതെ എതിർവശത്ത് ധനികനായ ഭൂ ഉടമയുടെ താമസ സ്ഥലമെന്ന് വിളിച്ചോതുന്ന ചെറുഗോപുരത്തിൻ്റെ ചുവന്ന് തള്ളി നിൽക്കുന്ന ഭാഗം കാണാം. തടാകക്കരയിൽ ഹാദർലി ഫാമിൻ്റെ വശത്ത് ഇടതിങ്ങി വളർന്ന കാടാണ്. തടാകത്തിലേക്ക് നിരനിരയായി നിൽക്കുന്ന ഈറ്റകളുടെയും മരങ്ങളുടെയും ഇടയിൽ 20 ചുവടുകളോളമുള്ള ഇടുങ്ങിയ ഒരു പുൽപ്പാതയുണ്ട്. ശവശരീരം കാണപ്പെട്ട യഥാർത്ഥ സ്ഥലം ലെസ്ട്രേഡ് ഞങ്ങളെ കാട്ടി. വളരെ നനവുള്ള പ്രദേശമായിരുന്നതിനാൽ അടികൊണ്ട് വീണ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഹോംസിൻ്റെ തുറച്ച കണ്ണുകളിലും ശ്രദ്ധാപൂർവമായ മുഖഭാവത്തിലും നിന്നും ചവിട്ടിമെതിക്കപ്പെട്ട ആ സ്ഥലത്തു നിന്നും അദ്ദേഹം മറ്റനേകം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. മണം പിടിച്ചോടി നടക്കുന്ന ഒരു നായയെപ്പോലെ അദ്ദേഹം അവിടെ ആകെ ഓടി നടന്നു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരന് നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ തടാകത്തിനരികിൽ പോയത്? ഞാൻ മീൻ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഓർത്തു എന്തെങ്കിലും ആയുധമോ മറ്റോ തെളിവുകളോ കാണുമെന്ന്. എന്നാൽ എന്തൊരു... ഓ മതി മതി, എനിക്ക് സമയമില്ല. നിങ്ങളുടെ അകത്തേക്ക് വളഞ്ഞ ഇടത്തെ പാദത്തിൻ്റെ പാടുകളാണിവയെല്ലാം. ഒരു ചെറു പാട് പോലും കണ്ടുപിടിക്കാം. അതാ ഈറ്റകൾക്കിടയിൽ അത് അപ്രത്യക്ഷമാകുന്നു. ഹൗ, കുന്നിൻകൂട്ടം വന്ന് ഉരുണ്ടു നടക്കുന്നത് പോലെ അവരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാം എത്ര എളുപ്പമായിരുന്നേനെ. ഇവിടെയാണ് ആ ലോഡ്ജ് സൂക്ഷിപ്പുകാരനും പാർട്ടിയും വന്നത്. ശവശരീരത്തിന് ചുറ്റും 6-8 അടി അവർ വലം വെച്ച് നടന്നു. എന്നാൽ ഇതാ അതേ പാദത്തിൻ്റെ 3 വ്യത്യസ്തമായ പാടുകൾ. അദ്ദേഹം ഒരു കണ്ണാടിയെടുത്തു നനവ് പറ്റാതെ ശരിക്കും കാണാനായി നോക്കി. ഈ സമയമൊക്കെ ഞങ്ങളോടെന്നതിനേക്കാൾ തന്നോട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് മക്കാർത്തി പയ്യൻ്റെ കാലുകൾ. 2 തവണ അയാൾ നടക്കുകയായിരുന്നു. ഒരിക്കൽ അയാൾ വേഗം ഓടിയതിനാൽ പാദങ്ങൾ താഴ്ന്നു പതിഞ്ഞിരിക്കുന്നു. ഉപ്പൂറ്റികൾ ശരിക്ക് കാണാനും വയ്യ. അതയാളുടെ കഥ വ്യക്തമാക്കുന്നു. തൻ്റെ അച്ഛനെ അവിടെ കണ്ടപ്പോൾ അയാൾ ഓടി. എന്നാൽ ഇതെന്താണ്? ഓ, മകൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ നിലത്തൂന്നിയ തോക്കിൻ്റെ പാത്തിയാണ്. അപ്പോൾ ഇതോ? ഹാ ഹാ, എന്താണിവിടെ? കാൽവിരലുകൾ, കാൽവിരലുകൾ. സമചതുരമോ? അതും അസാധാരണ ബൂട്ടുകൾ. അതവിടെ വന്നു, പോയി, വീണ്ടും വന്നു. തീർച്ചയായും അത് കുപ്പായത്തിന് വേണ്ടി ആയിരിക്കണം. അതെവിടെ നിന്ന് വന്നു? അദ്ദേഹം താഴോട്ടും മേലോട്ടും ഓടി. ചിലപ്പോൾ എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ, ചിലപ്പോൾ ആ കാൽപ്പാടുകൾ നോക്കി. ഒടുവിൽ ഞങ്ങളെല്ലാം കാട്ടിനരികിൽ ആ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു ബീച്ച് മരത്തണലിലെത്തി. ഹോംസ് ഇതിലൂടെ മറുവശത്തേക്ക് പോയി. സംതൃപ്തിയുടെ ഒരു ചെറു ലാഞ്ചന ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. വളരെ നേരം അദ്ദേഹം അവിടെ നിന്ന് താൻ സമ്പാദിച്ച ഉണക്ക കമ്പുകളും ഇലകളും പരിശോധിച്ചു. കഴിവുള്ളിടത്തോളം മരത്തിൻ്റെ തൊലിയും ഒരു കൂടിൽ താൻ കരുതിയിരുന്ന മണ്ണും വരെ തൻ്റെ കണ്ണാടി ഉപയോഗിച്ച് പരിശോധിച്ചു. അരുകുകളില്ലാത്ത ഒരു പരുക്കൻ കല്ല് പുല്ലിനിടയിൽ കിടപ്പുണ്ടായിരുന്നു. അതും അദ്ദേഹം ശ്രദ്ധാപൂർവം പരിശോധിച്ച് നോക്കിയ ശേഷം കയ്യിൽ വെച്ചു. പിന്നെ കാട്ടിലെ ഒരു വഴിത്താരയിലൂടെ അദ്ദേഹം നാട്ടുവഴിയിൽ വന്നു. അവിടെ എല്ലാ തെളിവുകളും മാഞ്ഞിരുന്നു. നല്ല രസമുള്ള ഒരു കേസാണിത്. തൻ്റെ സ്വാഭാവിക രീതിയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വലതുവശത്തുള്ള ഈ ചാരനിറമുള്ള വീടാണ് ആ ലോഡ്ജ് എന്നെനിക്ക് തോന്നുന്നു. അകത്ത് പോയി മോറനുമായി ഒരു വാക്കെനിക്ക് സംസാരിക്കണം. ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എഴുതേണ്ടിയും വരും. അത് ചെയ്ത ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. നിങ്ങൾ വണ്ടിയുടെ അരികിലേക്ക് നടന്നോളൂ, ഞാനിപ്പോൾ വന്നേക്കാം. ഞങ്ങൾ വണ്ടിയിൽ കയറി 10 മിനിറ്റ് ആവും മുമ്പ് അദ്ദേഹം തിരിച്ച് റോഡിലെത്തി. കാട്ടിൽ നിന്നെടുത്ത ആ കല്ല് അപ്പോഴും ഹോംസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കിയേക്കാം ലെസ്ട്രേഡ്. കൊലപാതകം നടത്തിയത് ഇതുകൊണ്ടാണ്. ഞാനൊരു പാടും കാണുന്നില്ല, ലെസ്ട്രേഡ് പറഞ്ഞു. ഇതിലൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കെങ്ങനെ അറിയാം?
പുല്ല് ഇതിന് താഴെ വളരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് അതവിടെ ഇട്ടത്. എവിടെ നിന്നാണ് എടുത്തത് എന്നതിന് തെളിവൊന്നുമില്ല. മുറിവുകൾക്ക് അനുയോജ്യമാണത്. മറ്റെന്തെങ്കിലും ഒരായുധത്തിൻ്റെ പാട് അവിടെയില്ല. കൊലപാതകിയോ? ഒരു നീണ്ട മനുഷ്യൻ, ഇടത് കയ്യൻ, വലത് കാലിന് മുടന്തുള്ളവൻ, വേട്ടയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കട്ടിയുള്ള സോളുള്ള ബൂട്ട് ധരിക്കുന്നവൻ, ചാരനിറമുള്ള വസ്ത്രവും ഇന്ത്യൻ ചുരുട്ടും വലിക്കുന്നവൻ, ചുരുട്ട് പിടികൊണ്ട് നടക്കുന്നവൻ. മൂർച്ചയില്ലാത്ത പേനാക്കത്തിയും ഇയാൾ പോക്കറ്റിൽ കൊണ്ടു നടക്കാറുണ്ട്. ഇനിയും പല സൂചനകളുണ്ട്. എന്നാൽ നമ്മുടെ അന്വേഷണത്തിന് ഇത്രയും മതി. ലെസ്ട്രേഡ് ചിരിച്ചു. ഞാൻ ഇപ്പോഴും ഒരു അവിശ്വാസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ധാന്തങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ നമുക്ക് കഠിനഹൃദയനായ ബ്രിട്ടീഷ് ജൂറിയുമായാണ് ഇടപെടാനുള്ളതെന്ന ഓർമ്മ വേണം. സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെയും നോക്കാം. ഇന്നുച്ചയ്ക്ക് എനിക്ക് തിരക്കായിരിക്കും. വൈകുന്നേരത്തെ തീവണ്ടിക്ക് ചിലപ്പോൾ ലണ്ടനിലേക്ക് പോകാനൊക്കും. കേസ് പൂർത്തിയാക്കാതെയോ? അല്ല, തീർത്തിട്ട് തന്നെ. അപ്പോൾ രഹസ്യമോ? അത് കണ്ടുപിടിച്ചു. എങ്കിൽ ആരാണ് കുറ്റവാളി? ഞാൻ പറഞ്ഞ ആ മാന്യൻ. അതാരാണ്? തീർച്ചയായും അയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതത്ര ആൾപ്പാർപ്പുള്ള സ്ഥലമല്ല. ലെസ്ട്രേഡ് തോളുകൾ കുലുക്കി. ഞാനൊരു പ്രായോഗിക മനുഷ്യനാണ്, അയാൾ പറഞ്ഞു. രാജ്യം മുഴുവൻ ഇടത് കൈ വശമുള്ള മുടന്തുകാലനായ ഒരു മാന്യനെ അന്വേഷിച്ചു നടക്കാൻ എനിക്ക് വയ്യ. സ്കോട്ട്ലാൻഡ് യാർഡിൻ്റെ പരിഹാസപാത്രമാകും ഞാൻ. ശരി തന്നെ, ശാന്തനായി ഹോംസ് തുടർന്നു. നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നു. ഇതാ നിങ്ങളുടെ വാടക മുറികൾ. നമസ്കാരം. ഞാൻ പോകും മുമ്പ് നിങ്ങൾക്കൊരു വരി എഴുതിയിടാം. ലെസ്ട്രേഡിനെ അയാളുടെ മുറിയിൽ വിട്ടിട്ട് ഞങ്ങളുടെ മുറിയിലേക്ക് പോന്നു. അവിടെ ആഹാരം മേശമേൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോംസ് നിശബ്ദനായി ചിന്തയിലാണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്താകെ വേദനയുള്ളതുപോലെ തോന്നി. ആകെ കുഴങ്ങിയ ഒരവസ്ഥയിൽ അകപ്പെട്ട ഒരുവനെ പോലെ. നോക്കൂ വാട്സൺ, തുണി വൃത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ കസേരയിലൊന്നിരിക്കൂ. ഞാനൊരൽപ്പം പ്രസംഗിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അഭിപ്രായം ആദരിക്കും. ഒരു സിഗരറ്റ് കത്തിക്കൂ, ഞാൻ വിശദീകരിക്കാം. ദയവ് ചെയ്ത് പറയൂ, ഞാൻ പറഞ്ഞു. ശരി, ആദ്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ കണക്കിലെടുക്കണം. മക്കാർത്തി പയ്യൻ്റെ വിവരണം നമ്മിൽ പെട്ടെന്ന് പ്രതികരണമുണ്ടാക്കി. എന്നിൽ അയാൾക്ക് അനുകൂലമായും നിങ്ങളിൽ പ്രതികൂലമായും. ഒന്നാമതായി, അയാൾ പറയും പോലെ അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അച്ഛൻ കൂയി എന്ന് കൂവിയിരിക്കണം. മറ്റൊന്ന്, എലിയെക്കുറിച്ചുള്ള അയാളുടെ പരാമർശമാണ്. പിതാവ് പലതും പറഞ്ഞെങ്കിലും മകന് ഗ്രഹിക്കാൻ കഴിഞ്ഞത് അതുമാത്രമാണ്. ഈ 2 വസ്തുതകളിൽ നിന്നും നമ്മുടെ ഗവേഷണം തുടങ്ങുന്നു. പയ്യൻ പറഞ്ഞത് അപ്പിടി സത്യമാണെന്ന അനുമാനത്തിൽ നമുക്ക് തുടങ്ങണം. എങ്കിൽ ഈ കൂയി എന്താണ്? തീർച്ചയായും അത് മകനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അയാൾക്കറിയാവുന്നത് മകൻ ബ്രിസ്റ്റളിലാണെന്നാണ്. വിളിപ്പാടെടുക്കൽ അയാൾ ഉണ്ടായത് വെറും ഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ ആ കൂയി നേരത്തെ കാണാൻ നിശ്ചയിച്ചുറച്ചിരുന്ന ആളിനു വേണ്ടിയായിരുന്നു. കൂയി എന്നത് വ്യക്തമായും ഓസ്ട്രേലിയക്കാർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സൂചനയാണ്. ബോസ്കോംബ് താഴ്വരയിൽ വെച്ച് മക്കാർത്തി കാണാൻ ആഗ്രഹിച്ച ആൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്ന് ശക്തമായിട്ട് ഊഹിക്കാം. എന്നാൽ ആ എലി എന്താണ്? ഷെർലക് ഹോംസ് ചുരുട്ടിയ ഒരു കടലാസ് തൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്ത് മേശപ്പുറത്ത് നിവർത്തി വെച്ചു. വിക്ടോറിയ കോളനിയുടെ ഒരു മാപ്പാണിത്. ഇന്നലെ രാത്രി ഞാൻ ഇതിനായി ബ്രിസ്റ്റളിലേക്ക് ഫോൺ ചെയ്തിരുന്നു. അതിലൊരു ഭാഗത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വായിക്കാം? എ റാറ്റ്. ഞാൻ വായിച്ചു. ഇപ്പോഴോ? അദ്ദേഹം കൈയെടുത്തു. ബെല്ല റാറ്റ്. ശരി തന്നെ, അതാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്. അതിൽ അവസാനത്തെ അക്ഷരങ്ങൾ മാത്രമേ അയാളുടെ മകന് തിരിഞ്ഞുള്ളൂ. കൊലപാതകിയുടെ പേരുച്ചരിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. ബെല്ല റാറ്റിലെ ഇന്നയാൾ എന്ന്. അത് കൊള്ളാമല്ലോ. ഞാൻ അത്ഭുതപ്പെട്ടു. അത് വ്യക്തമല്ലേ? ഇപ്പോൾ ഞാൻ രംഗം വളരെ ചുരുക്കിയില്ലേ? ചാരം നിറമുള്ള വസ്ത്രം മൂന്നാമത്തെ ഒരു വസ്തുതയാണ്. മകൻ്റെ വിവരണം ശരിയെന്ന് വെച്ചാൽ അതും ശരിയാകാം.
വെറും അവ്യക്തതയിൽ നിന്നും വ്യക്തമായ ചില ധാരണകൾ ഓസ്ട്രേലിയക്കാരനെക്കുറിച്ച് ലഭിച്ചില്ലേ? ബെല്ലറാറ്റിൽ നിന്നും ചാരവസ്ത്രം വരെ നാം ഇപ്പോൾ വന്നില്ലേ? ശരി തന്നെ. ഫാമിലൂടെയോ എസ്റ്റേറ്റിലൂടെയോ മാത്രമേ തടാകത്തിനടുത്തേക്ക് കടക്കാമായിരുന്നുള്ളൂ എന്നതിനാൽ അപരിചിതർക്ക് അലയാനൊക്കാത്ത അവിടെ ആ പ്രദേശത്ത് തന്നെ താമസക്കാരനായ ഒരുവനായിരിക്കണം കൃത്യം ചെയ്തത്. തികച്ചും ശരി, ഞാൻ പറഞ്ഞു. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം. മണ്ണ് പരിശോധിച്ചതിൽ നിന്നും എനിക്ക് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടി. അതുകൊണ്ടാണ് കുറ്റവാളിയെക്കുറിച്ച് ഞാൻ ചില വിവരങ്ങൾ ആ വിഡ്ഢി ലെസ്രേഡിന് കൊടുത്തത്. അവ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്കെൻ്റെ രീതി അറിയാമല്ലോ. അത് നിസാര വസ്തുക്കളിൽ അധിഷ്ഠിതമായതാണ്. അയാളുടെ പൊക്കം അയാളുടെ നടത്തത്തിൻ്റെ വലുപ്പത്തിൽ നിന്ന് നിങ്ങൾ ഊഹിച്ചതാണെന്ന് എനിക്കറിയാം. ബൂട്ടുകളെക്കുറിച്ചും കാൽപ്പാടുകളിൽ നിന്നും പറയാം. ശരിയാണ്, അവ പ്രത്യേകതരം ബൂട്ടുകളായിരുന്നു, ഹോംസ് പറഞ്ഞു. എന്നാൽ മുടന്തോ? ഞാൻ ചോദിച്ചു. വലതുകാൽ എപ്പോഴും ഇടതിനേക്കാൾ അവ്യക്തമായേ പതിഞ്ഞിരുന്നുള്ളൂ. തന്നെയല്ല, അയാൾ കുറച്ച് ഭാരമേ ആ കാലിൽ ഏറ്റിയിരുന്നുള്ളൂ. കാര്യമെന്താണ്? അയാൾ മുടന്തിയിരുന്നു, മുടന്തരായിരുന്നു. എന്നാൽ ഇടത് കൈയോ? ഞാൻ ചോദിച്ചു. അന്വേഷണത്തിൽ സർജൻ രേഖപ്പെടുത്തിയ മുറിവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരുന്നില്ലേ? അടി പെട്ടെന്ന് പുറകിൽ നിന്നായിരുന്നു, അതും ഇടതുവശത്ത്. ഒരു ഇടത് കൈയ്യനല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ്? അച്ഛനും മകനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ അയാൾ മരത്തിന് മറഞ്ഞു നിന്നു. അവിടെ നിന്ന് ചുരുട്ടും വലിച്ചു. ഞാൻ ചുരുട്ടിൻ്റെ ചാരം കണ്ടു. പുകയിലയുടെ ചാരത്തെക്കുറിച്ച് എൻ്റെ പ്രത്യേക അറിവ് മൂലം അതൊരു ഇന്ത്യൻ ചുരുട്ടാണെന്ന് പറയാൻ കഴിഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. 140 തരത്തിലുള്ള പൈപ്പ്, ചുരുട്ട്, സിഗരറ്റ്, പുകയില എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ പ്രബന്ധവും എഴുതിയിട്ടുണ്ട്. ചാരം കണ്ടതിന് ശേഷം ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ അയാൾ വലിച്ചെറിഞ്ഞ കുറ്റി പായലിനിടയിൽ കണ്ടു. അതൊരു ഇന്ത്യൻ ചുരുട്ടായിരുന്നു, റോട്ടർഡാമിൽ ചുരുളാക്കിയ ഇനം. അപ്പോൾ ചുരുട്ടുപിടിയുടെ കാര്യമോ? ഞാൻ വീണ്ടും ചോദിച്ചു. ചുരുട്ടിൻ്റെ അറ്റം അയാളുടെ വായിലായിരുന്നില്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അതിനാൽ അയാളുടെ കയ്യിൽ അതിൻ്റെ പിടിയുണ്ടെന്നും മനസ്സിലായി. ചുരുട്ടിൻ്റെ അറ്റം കടിച്ചു കളഞ്ഞതല്ല, കണ്ടിച്ചതായിരുന്നു. എന്നാൽ അതത്ര വൃത്തിയിലായിരുന്നില്ല. അതിനാൽ മൂർച്ചയില്ലാത്ത പേനാക്കത്തിയാണ് അയാളുടെ കയ്യിലെന്ന് ഞാൻ അനുമാനിച്ചു. ഹോംസ്, നിങ്ങൾ ഈ മനുഷ്യനെതിരെ വിരിച്ചിരിക്കുന്ന വലയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ നിരപരാധിയായ ഒരു മനുഷ്യനെ തൂക്ക് കയറിൽ നിന്ന് തന്നെ മുറിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വസ്തുതകളും എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് എനിക്ക് കാണാം. അതായത് കുറ്റവാളി മിസ്റ്റർ ജോൺ ടർണർ. ഹോട്ടലിലെ വെയിറ്റർ ഞങ്ങളിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഒരു സന്ദർശകനെ ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന മനുഷ്യൻ വിചിത്രമായ ആകർഷകത്വം ഉള്ളയാളായിരുന്നു. പതുക്കെ മുടന്തിയുള്ള നടത്തവും വളഞ്ഞ തോളുകളും അയാൾ വാർദ്ധക്യം കൊണ്ട് ശക്തി ക്ഷയിച്ചവനെന്ന തോന്നലുളവാക്കിയിരുന്നു. എങ്കിലും ദൃഢതയുള്ള ഗൗരവമേറിയ മുഖഭാവവും വലിയ അവയവങ്ങളും അയാൾക്ക് അസാധാരണമായ കരുത്തുള്ള ശരീരവും സ്വഭാവമാണുള്ളതെന്ന് വ്യക്തമാക്കി. കൂട്ടിപ്പിടഞ്ഞു കിടക്കുന്ന താടി മീശയും ചാരനിറമുള്ള തലമുടിയും എടുത്തു നിൽക്കുന്ന തളർന്നു തൂങ്ങിയ കൺപുരികങ്ങളും അയാൾക്ക് ഒരു മാന്യതയും ഗാംഭീര്യവും സമ്മാനിച്ചിരുന്നുവെങ്കിലും മുഖത്ത് ചാരനിറമാർന്ന വെളുപ്പും ചുണ്ടിലും മൂക്കിനരികിലും നീല നിറവും കാണാമായിരുന്നു. മാരകവും വിട്ടുമാറാത്തതുമായ എന്തോ ഒരു അസുഖത്തിൻ്റെ പിടിയിലായിരുന്നു അയാളെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ സോഫയിലേക്കിരിക്കൂ എന്ന് പറഞ്ഞ് ഹോംസ് സൗമ്യനായി ചോദിച്ചു. നിങ്ങൾക്ക് എൻ്റെ കുറിപ്പ് കിട്ടിയോ? ഉവ്, ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അതെനിക്ക് കൊണ്ടു തന്നു. അപവാദം ഒഴിവാക്കാൻ എന്നെ ഇവിടെ കാണണമെന്നാഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഹാളിലേക്ക് പോയാൽ ആളുകൾ സംശയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? തളർന്ന കണ്ണുകളിൽ നിരാശയോടെ എൻ്റെ കൂട്ടുകാരൻ്റെ നേരെ നോക്കി ചോദ്യത്തിനുത്തരം ഏതാണ്ട് ലഭിച്ച മട്ടിൽ അയാൾ ചോദിച്ചു. ശരിയാണ്, വാക്കുകളേക്കാൾ നോട്ടത്തിൽ മറുപടി നൽകിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. അതെങ്ങനെയാണ്? മക്കാർത്തിയെക്കുറിച്ചെല്ലാം എനിക്കറിയാം. വൃദ്ധൻ തൻ്റെ മുഖം കൈകളിൽ താങ്ങി. ദൈവം എന്നെ രക്ഷിക്കട്ടെ, അയാൾ തേങ്ങി.
എന്നാൽ ആ ചെറുപ്പക്കാരന് കുഴപ്പം വരാൻ ഞാൻ ഇടയാക്കുകയില്ല. കോടതിയിൽ അത് അയാൾക്കെതിരാവുകയാണെങ്കിൽ ഞാനത് തുറന്നു പറയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാം. നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഗൗരവത്തോടെ ഹോംസ് പറഞ്ഞു. എൻ്റെ പ്രിയപുത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് അവളുടെ ഹൃദയം തകർക്കും. എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേട്ടാൽ അത് അവളുടെ ഹൃദയം പിളർക്കും. അവിടം വരെ വരില്ല, ഹോംസ് പറഞ്ഞു. എന്ത്? ഞാൻ ഔദ്യോഗിക പ്രതിനിധിയൊന്നുമല്ല. നിങ്ങളുടെ മകളാണ് എൻ്റെ സാന്നിധ്യം ഇവിടെ വേണമെന്നാവശ്യപ്പെട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. തന്നെയല്ല, ഞാൻ അവരുടെ താല്പര്യമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതും. എങ്ങനെയായാലും മക്കാർത്തി പയ്യൻ പുറത്തു വരും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനാണ്. വർഷങ്ങളായി എനിക്ക് പ്രമേഹമുണ്ട്. ഞാൻ ഇനി 1 മാസം തന്നെ ജീവിക്കുമോ എന്ന് ഡോക്ടർക്ക് സംശയമാണ്. എന്നാലും ജയിലിനേക്കാൾ വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് എനിക്കിഷ്ടം, ടർണർ പറഞ്ഞു. ഒരു കെട്ട് പേപ്പറും കയ്യിലൊരു പേനയുമായി ഹോംസ് എഴുന്നേറ്റ് മേശയ്ക്കരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോടിനി സത്യം പറയൂ. ഞാൻ കാര്യങ്ങൾ കുറിച്ചു വെക്കാം. നിങ്ങൾ അതിൽ ഒപ്പിടണം. വാട്സൺ സാക്ഷി നിൽക്കും. മക്കാർത്തി പയ്യനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാതായാൽ എനിക്ക് നിങ്ങളുടെ കുറ്റസമ്മതം കാണിക്കാം. അത്യാവശ്യം വന്നെങ്കിലല്ലാതെ ഞാനിത് ഉപയോഗിക്കുകയില്ലെന്ന് ഉറപ്പ് തരാം. അത് മതി, വൃദ്ധൻ പറഞ്ഞു. കോടതി കൂടും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ ആലീസിന് ഒരു വിഷമം ഉണ്ടാവാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി തരാം. അത് വിസ്തരിക്കാൻ സമയമേറെ എടുക്കുമെങ്കിലും അധികം സമയമെടുക്കാതെ ഞാനത് പറയാം. നിങ്ങൾക്ക് ഈ മരിച്ച മക്കാർത്തിയെ അറിഞ്ഞുകൂടാ. പിശാചിന്റെ മൂർത്തീഭാവമായിരുന്നു അയാൾ. അവനെപ്പോലൊരുവന്റെ കയ്യിലകപ്പെടാതെ നിങ്ങളെ ദൈവം കാക്കട്ടെ. കഴിഞ്ഞ 20 വർഷമായി അവൻ്റെ പിടി എൻ്റെ മേലുണ്ടായിരുന്നു. അവൻ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഞാൻ എങ്ങനെയാണ് അവൻ്റെ കീഴിലായതെന്ന് ആദ്യം പറയാം. 60കളുടെ ആരംഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്. ഞാൻ അന്നൊരു പയ്യനായിരുന്നു. ചോരത്തിളപ്പുള്ള സാഹസികത നിറഞ്ഞ ജീവിതമായിരുന്നു അത്. എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന കാലം. ഞാൻ കൊള്ളരുതാത്തവരുടെ കൂട്ടുകെട്ടിലായി. മദ്യപാനം തുടങ്ങി. പേര് കളയത്തക്കവണ്ണം ഓരോന്നും ചെയ്യാനും തുടങ്ങി. എന്തിനധികം ഇവിടങ്ങളിൽ പെരുവഴി കൊള്ളക്കാരനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവരെ പോലെയായി ഞാൻ. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. സ്വതന്ത്രമായി അനിയന്ത്രിതമായി ഞങ്ങൾ ഇഷ്ടം പോലെ താവളങ്ങൾ മാറി മാറി താമസിച്ചു. ഖനികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു. ബെല്ലറാറ്റിലെ കറുത്ത ജാക്ക് എന്ന പേരിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ഇന്നും കോളനിയിൽ ഞങ്ങളുടെ സംഘം അറിയപ്പെടുന്നത് ബെല്ലറാറ്റിലെ കവർച്ച സംഘം എന്നാണ്. ഒരു ദിവസം ബെല്ലറാറ്റിൽ നിന്നും മെൽബോണിലേക്ക് അകമ്പടിയോടെ സ്വർണം കൊണ്ടുപോകുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ കാത്തിരുന്ന് അവരെ ആക്രമിച്ചു. അവർ 6 കുതിരപ്പട്ടാളക്കാരുണ്ടായിരുന്നു. ഞങ്ങളും 6 പേർ. എന്നാൽ ആദ്യ ആക്രമണത്തിൽ തന്നെ ഞങ്ങൾ അവരിൽ 4 പേരെ വധിച്ചു. കൊള്ള മുതൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ 3 പയ്യന്മാർ കൊല്ലപ്പെട്ടു. ഡ്രൈവറുടെ നേർക്ക് ഞാൻ എൻ്റെ തോക്ക് നീട്ടി. അത് ഈ മക്കാർത്തിയായിരുന്നു. ദൈവമേ, അന്ന് തന്നെ ഞാൻ അവനെ വകവരുത്തിയിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ അവനെ വെറുതെ വിട്ടു. എൻ്റെ എല്ലാ ഭാവങ്ങളും അറിയാനും ഓർത്തിരിക്കാനുമായി അവൻ്റെ ക്രൂരമായ കണ്ണുകൾ എൻ്റെ മുഖത്ത് തറഞ്ഞിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ സ്വർണവുമായി അവിടെ നിന്ന് കടന്നു. ധനികരായി യാതൊരു സംശയത്തിനും ഇടം നൽകാതെ ഇംഗ്ലണ്ടിലേക്കും പോന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായി പിരിഞ്ഞു. മാന്യനായി ശാന്തനായി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങി. എൻ്റെ ധനം കൊണ്ട് അല്പസ്വല്പം നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഞാനത് സമ്പാദിച്ച രീതിക്ക് പിഴ എന്ന വണ്ണം ഞാൻ വിവാഹവും കഴിച്ചു. ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും അവൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മകൾ ആലീസിനെ തന്നു. ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അവളുടെ ചെറുകരങ്ങൾ എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതായി എനിക്ക് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു പുതിയ മനുഷ്യനായി. കഴിഞ്ഞു പോയതിനൊക്കെ ആവും വിധം പശ്ചാത്താപം പ്രകടിപ്പിച്ചു തുടങ്ങി. എല്ലാം കുഴപ്പങ്ങളില്ലാതെ നീങ്ങി. മക്കാർത്തിയുടെ പിടി എൻ്റെ മേൽ വീഴും വരെ. ഒരു വിവരം അറിയിക്കാൻ ഞാൻ ടൗണിൽ പോയി. അവിടെ റീജന്റ് സ്ട്രീറ്റിൽ വെച്ച് മക്കാർത്തിയെ കണ്ടു. കഷ്ടിച്ചൊരു കോട്ടോ സൂട്ടോ പോലുമില്ലാതെ. നമ്മളിവിടായി ജാക്ക്, എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കുടുംബം പോലെയായിരിക്കും. ഇതാ ഞങ്ങൾ രണ്ടും, ഞാനും എൻ്റെ മകനും നിങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണം ഏൽക്കാം.
അതല്ലെങ്കിൽ ഇംഗ്ലണ്ട് നിയമവിധേയമായ ഒരു നല്ല രാജ്യമാണല്ലോ. വിളിച്ചാൽ ഉടനെ എത്താൻ ഒരു പോലീസുകാരനുണ്ടാവുമല്ലോ. അങ്ങനെ അവർ വെസ്റ്റ് കൺട്രിയിലെത്തി. പിന്നെ പോകുന്ന പ്രശ്നമേ ഉണ്ടായില്ല. എനിക്കുണ്ടായിരുന്നതിൽ ഒന്നാന്തരമായ സ്ഥലത്ത് അവിടെ വാടകയില്ലാതെ അവർ താമസമാക്കി. എനിക്ക് സമാധാനമോ മറവിയോ ഉണ്ടായില്ല. എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ അയാളുടെ ഇളിക്കുന്ന മുഖം എൻ്റെ മുൻപിലുണ്ടാകും. ആലീസ് വളർന്നതോടെ അച്ഛൻ്റെ ഭീഷണിയും വളർന്നു വന്നു. കാരണം പോലീസിനേക്കാൾ അവൾ എൻ്റെ പഴയ ചരിത്രം അറിയുന്നത് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അവൻ അറിഞ്ഞു. അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു. എന്താണെങ്കിലും ഒന്നും ചോദിക്കാതെ ഞാൻ കൊടുത്തിരുന്നു. ഭൂമി, ധനം, വീടുകൾ എല്ലാം. എന്നാൽ ഒടുവിൽ എനിക്ക് കൊടുക്കാൻ വയ്യാത്ത ഒന്ന് അവൻ ചോദിച്ചു. അവൻ എൻ്റെ ആലീസിനെ ചോദിച്ചു. അവൻ്റെ മകൻ വളർന്നു. അതുപോലെ എൻ്റെ മകളും. എനിക്കാണെങ്കിൽ ആരോഗ്യം മോശമായി. അവൻ്റെ മകൻ എൻ്റെ സ്വത്തിനെല്ലാം അവകാശിയാവുന്നത് നന്നായിരിക്കുമെന്ന് അവന് തോന്നി. എന്നാൽ അതിൽ ഞാൻ ഉറച്ചു നിന്നു. അവൻ്റെ ആ നശിച്ച വർഗം എൻ്റേതുമായി കലരാൻ ഞാൻ അനുവദിക്കില്ല. പയ്യനോട് എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ അവനിലുള്ള രക്തം മറ്റവൻ്റേതല്ലേ? അത് മതിയല്ലോ. ഞാൻ ഉറച്ചു നിന്നു. മക്കാർത്തി ഭയപ്പെടുത്തി. അവന് ചെയ്യാവുന്നത് ചെയ്തോളാൻ ഞാൻ പറഞ്ഞു. തടാകത്തിനടുത്തായി ഞങ്ങളുടെ വീടിന് മധ്യത്തിൽ വെച്ച് ഉച്ചയ്ക്ക് സംസാരിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ മകനുമായി സംസാരിക്കുന്നത് കണ്ടു. അതിനാൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരു മരത്തിന് പിന്നിൽ അവൻ ഒറ്റയ്ക്കാകുന്നതുവരെ നിന്നു. എന്നാൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നപ്പോൾ എന്നിലെ ക്രൂരചിന്തകൾ ഉയർന്നു വന്നു. എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അവൻ ആ പയ്യനെ നിർബന്ധിച്ചു. അവൾക്ക് എന്തു പറയാനുണ്ടാവുമെന്ന് ലേശം കരുതൽ പോലുമില്ലാതെ. വെറുതെ വഴിയരികിലെ വേശ്യയെപ്പോലെ അവളെ സ്വീകരിക്കുക. ഞാൻ വിലമതിക്കുന്ന സർവവും ഇതോടെ ഇവൻ്റെ പിടിയിലാകും. ഈ ചിന്ത എന്നെ ഭ്രാന്തനാക്കി. ആ ഉടമ്പടി എനിക്ക് തകർത്തുകൂടെ? ഞാൻ ഏതായാലും തകർന്നടിഞ്ഞു മരിക്കാറായ ഒരുവനാണ്. മനഃശുദ്ധിയും സാമാന്യം ആരോഗ്യവും ഉണ്ടെങ്കിലും എൻ്റെ വിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ എൻ്റെ ഓർമ്മയും എൻ്റെ മകളും രണ്ടും സംരക്ഷിക്കാം. ആ നശിച്ച നാക്ക് നിശബ്ദമാക്കിയാൽ. ഞാനത് ചെയ്തു മിസ്റ്റർ ഹോംസ്. ഞാൻ ഇതിനിയും ചെയ്യും. കടുത്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാപമോചനത്തിനായി ഒരു രക്തസാക്ഷിയുടെ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. എന്നാൽ എൻ്റെ മകളെ കൂടി അതേ ചെളിക്കുണ്ടിലേക്ക് വലിച്ചു താഴ്ത്തുക എന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വിഷമുള്ള ക്രൂരനായ ഒരു ജന്തുവിനെ എന്ന വണ്ണം ദയലേശം പോലുമില്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടു. അവൻ്റെ കരച്ചിൽ മകനെ തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ എനിക്ക് കാടിൻ്റെ മറവ് കിട്ടി. എങ്കിലും ഓട്ടത്തിനിടയിൽ വീണുപോയ എൻ്റെ കോട്ടെടുക്കാൻ ഞാൻ രണ്ടാമത് ചെല്ലേണ്ടി വന്നു. അതാണ് ഉണ്ടായ സത്യം. ശരി, ഞാനല്ല വിധി പറയേണ്ടത്. എഴുതി തീർത്ത പ്രസ്താവനയിൽ വൃദ്ധൻ ഒപ്പിടുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇടയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട സാർ. പിന്നെ നിങ്ങൾ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങളുടെ ആരോഗ്യം പരിഗണിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഭൂമിയിലെ കോടതിയേക്കാൾ വലിയൊരു കോടതിയിൽ താമസിയാതെ മറുപടി പറയേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കുറ്റസമ്മതം ഞാൻ സൂക്ഷിക്കാം. മക്കാർത്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കാൻ നിർബന്ധിതനായേക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലും ഇത് കാണുകയില്ല. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഈ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ശരി, എങ്കിൽ പോകട്ടെ, ശാന്തനായി വൃദ്ധൻ പറഞ്ഞു. സമയമാകുമ്പോൾ നിങ്ങളുടെ മരണക്കിടക്കയിൽ നിങ്ങൾ എനിക്ക് തന്നതിനേക്കാൾ സമാധാന ചിന്ത നിറഞ്ഞതാകും. ആ വൃദ്ധൻ വിറച്ചുകൊണ്ട് കാലിടറി എന്ന വണ്ണം പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ദൈവം രക്ഷിക്കട്ടെ. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഹോംസ് പറഞ്ഞു. പാവപ്പെട്ട നിസ്സഹായരായ മനുഷ്യപ്പുഴുക്കളുടെ മേൽ എന്തിനാണ് വിധി ഇത്തരം വേലകൾ കാണിക്കുന്നത്? ഇതുപോലൊരു കേസിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതിനാൽ ബാക്സ്റ്ററുടെ വാക്കുകൾ ഓർമ്മിക്കാതെ ഞാൻ പറയട്ടെ. ദൈവാനുഗ്രഹത്താൽ അതാ ഷെർലക് ഹോംസ് പോകുന്നു. ഷെർലക് ഹോംസ് എഴുതി തയ്യാറാക്കി പ്രതിഭാഗം വക്കീലിനു നൽകിയ നിരവധി തടസ്സവാദങ്ങളുടെ പിൻബലത്താൽ ജെയിംസ് മക്കാർത്തിയെ കോടതി വെറുതെ വിട്ടു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 7 മാസം കൂടി വൃദ്ധനായ ആ ടർണർ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ആ മകനും മകളും സന്തോഷത്തോടുകൂടി അവരുടെ കഴിഞ്ഞ കാലത്തെ കറുത്ത മേഘപാളികളെക്കുറിച്ചൊന്നും അറിയാതെ ഒന്നിച്ച് താമസിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.